ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, പിന്നെയും അതിൽ ഉറച്ചു നിൽപ്പി, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇന്നത്തെ നമ്മുടെ ചിന്ത, ക്രിസ്തുവിൽ നാം സ്വതന്ത്രർ. ക്രിസ്തുവേശു നൽകിയ സ്വാതന്ത്ര്യം. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ രണ്ട് വാക്യങ്ങൾ നാം ചേർത്ത് പഠിക്കുമ്പോൾ പൈശാചിക അധികാരങ്ങൾ, ദൈവമക്കളുടെ ആധിപത്യം പുലർത്തുന്ന ബന്ധനങ്ങളെ, നുഖങ്ങളെ തകർക്കുവാൻ ക്രിസ്തു പ്രത്യക്ഷനായി. കർത്താവ് കാൽവരി ക്രൂശിൽ ആ പ്രവൃത്തി ചെയ്തു. സാത്താന്റെ പ്രവൃത്തികളെ കർത്താവ് തകർത്തതിനാൽ നാം സ്വതന്ത്രരായി. വീണ്ടും അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറപ്പോടെ നിൽക്കണം, അടിസ്ഥാനങ്ങൾ ഇളകരുത്. ഇത് ഒരു മുന്നറിയിപ്പാണ്, അവഗണിക്കാൻ കഴിയാത്ത ഒരു താക്കീതെന്ന പോലെ ദൈവസഭയ്ക്ക് നൽകുന്ന ഒരു ആഹ്വാനം. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് വീണ്ടും അപ്പോസ്തലൻ നൽകുന്നത്? സാത്താൻ പലവിധത്തിലുള്ള നുഖങ്ങൾ നമ്മുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്നു. പാപത്തിന്റെ നുഖം, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ നുഖം, ന്യായപ്രമാണ നുഖം, പൗരോഹിത്യ നുഖം, മനുഷ്യരുടെ ദാസ്യത്വം എന്ന നുഖം, ഇങ്ങനെ അനേക നുഖങ്ങൾ. എന്നാൽ യേശു ലോകത്തിൽ വന്നതുകൊണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റി. പിശാചിന്റെ സകല പ്രവൃത്തികളും അഴിച്ചു മാറ്റപ്പെട്ടവരായ നാം ആത്മാവിലും ശരീരത്തിലും സ്വതന്ത്രരായി തീർന്നു. എന്നാൽ ഇന്ന് നാം പരിശോധിക്കുന്നത്, മനുഷ്യവർഗം വീണ്ടും പലവിധമായ ബന്ധനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പാപം, രോഗം, മരണം, ഇപ്രകാരമുള്ള ബന്ധനങ്ങൾ സാത്താൻ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുകയാണ്. അതിപ്രധാനമായി സാത്താൻ മനുഷ്യവർഗത്തെ ബന്ധിച്ചുകൊണ്ടിരുന്ന 3 ബന്ധനങ്ങളാണ് പാപം, രോഗം, മരണം. ഈ 3 ബന്ധനങ്ങളും സാത്താൻ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഒന്ന് പാപം. പാപം എന്ന പ്രധാന ആയുധമാണ് ഏദൻ തോട്ടം മുതൽ സാത്താൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിമ മനുഷ്യനെ അവൻ പാപത്തിൽ ബന്ധിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപബന്ധനത്തിൽ നിന്നും പരിപൂർണ്ണ വിടുതലുണ്ട്. നമ്മൾ ഒരിക്കൽ പാപികളും ദോഷികളുമായിരുന്നു. എന്നാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദിനം മുതൽ നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. സുവിശേഷ ഭാഗങ്ങളിൽ നാം ശീമോനെ കുറിച്ച് ആദ്യം കടൽക്കരയിൽ വെച്ച് ക്രിസ്തുവിനെ പത്രോസ് കണ്ടുമുട്ടിയപ്പോൾ താൻ ഇപ്രകാരമാണ് പ്രതികരിച്ചത്: കർത്താവേ, നീ എന്നെ വിട്ടു പോകണം, നാഥാ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ഗലീല കടൽപ്പുറത്ത് വെച്ച് പത്രോസ് മീൻപിടുത്തത്തിൽ തന്നെ സഹായിച്ച ക്രിസ്തുവിനെ ഒരു നന്ദിവാചകം പറഞ്ഞ് അനുമോദിക്കുന്നതിന് മുമ്പേ താൻ തിരിച്ചറിഞ്ഞത് തന്റെ പാപമാണ്. യേശുവിന്റെ കൂടെ പിന്തുടരുവാൻ, അനുഗമിക്കുവാൻ തന്നിലുള്ള പാപം തന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വഴിയും, ഗുരു അങ്ങേക്ക് അങ്ങയുടെ വഴി. പക്ഷെ അന്ന് കർത്താവ് പത്രോസിനെ തന്റെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുവാൻ അനുവദിക്കാതെ, പാപത്തിൽ തുടരുവാൻ അനുവദിക്കാതെ, കർത്താവിന്റെ സ്നേഹത്തിൽ ആകർഷിക്കുകയും തന്നെ വിടുവിക്കുകയും കർത്താവിനെ അനുഗമിക്കുവാൻ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രിയമുള്ളവരെ, പിന്നീട് 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം താൻ പാപിയാണെന്ന് പത്രോസ് ഒരിക്കലും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞില്ല. പ്രത്യുത തന്റെ ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ച് താൻ അനുദപിക്കുകയാണ് ചെയ്തത്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അവിടെ ഉണ്ടായത് അനുതാപമാണ്. തനിക്ക് തെറ്റുപറ്റിയെന്ന് താൻ സമ്മതിക്കുകയാണ് ചെയ്തത്. നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളാണ്. നാം പാപികളല്ല. പാപത്തിന്റെ എല്ലാവിധമായ ബന്ധനങ്ങളെ, കയറുകളെ കർത്താവ് പൊട്ടിച്ചു കളഞ്ഞു, അറുത്തു കളഞ്ഞു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ, കുറവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്രകാരമുള്ള ഓരോ സന്ദർഭങ്ങളും നാം അനുദപിക്കണം, പശ്ചാത്തപിക്കണം, ഏറ്റുപറയണം, മടങ്ങി വരണം, യഥാസ്ഥാപനപ്പെടണം, ശുദ്ധീകരണത്തിനായി അപേക്ഷിക്കണം. അങ്ങനെ നാം ഏറ്റുപറയുമ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, സാത്താൻ ഇന്ന് പരീക്ഷിക്കുന്നത് ഓരോ തന്ത്രങ്ങളിൽ കൂടിയാണ്. നമ്മെ കഠിനമായ പാപത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാത്താന് സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നാം രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിനെ അറിഞ്ഞവരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും ഉപായത്താൽ ദൈവഹിതത്തിൽ നിന്ന് പുറത്ത് നമ്മളെ മനുഷ്യമായ പദ്ധതിയിൽ എത്തിച്ച് കുറ്റബോധം, നിരാശകള്, ഭയം, ആകുലതകള്, അവിശ്വാസം, സംശയം, അല്പവിശ്വാസം, ഇപ്രകാരം ഉള്ള സംഗതികൾ കൂടി സാത്താൻ നമ്മളിൽ പ്രവേശിക്കുവാൻ, നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ നിരന്തരമായി പരിശ്രമിക്കും. ചിലപ്പോൾ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നോട്ടത്തിൽ, സംസാരത്തിൽ, ഇടപാടുകളിൽ, വിചാര വികാരങ്ങളിൽ, മനോഭാവങ്ങളിൽ, തീരുമാനങ്ങളിൽ, നാം എടുക്കുന്ന പ്രാധാന്യതകളിൽ ഒക്കെ വ്യത്യസ്ത മേഖലകളിൽ നാം കടന്നു പോകുമ്പോൾ ചെറിയ വീഴ്ചകൾ ദൈവസ്ഥാനത്തിൽ നമ്മെ അകറ്റുവാൻ, കുറ്റബോധം വരുത്തുവാൻ, നമ്മളെ മാനുഷ്യമായി തെറ്റായിട്ടുള്ള സ്റ്റെപ്പുകൾ വെക്കുവാൻ ഒക്കെ നിരന്തരമായി ഇടപെടുന്ന സാത്താന്യ സ്വാധീനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ, നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിക്കുവാൻ, പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലയിൽ നമായി തീരുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഹൃദയത്തിൽ പലവിധമായ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുവാൻ, അങ്ങനെ ഓരോ തലത്തിൽ നമ്മളിലുള്ള ദൈവകൃപയെ, നമ്മളുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ അതിൽ നിന്നെല്ലാം പതുക്കെ 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 നമ്മളെ അകറ്റുവാൻ, ഒരു വലിയ പാപം ചെയ്യിച്ച് നമ്മളെ കുറ്റവാളിയോ പിന്മാറ്റക്കാരനോ ജഡികനോ ആക്കുന്നതല്ല. അത് കൺമോഹമായി, ജീവനത്തിന് പ്രതാപമായി, നമ്മുടെ മോഹങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, താല്പര്യങ്ങളിൽ, ജഡിക ഉല്ലാസങ്ങളിൽ നമ്മുടെ സമയം വൃഥാ കളഞ്ഞ് വചനത്തോടും ദൈവസാന്നിധ്യത്തോടും പ്രാർത്ഥനാനുഭവങ്ങളോടും വിശുദ്ധിയോടും ഒക്കെയുള്ള നമ്മുടെ സമർപ്പണം, അതിന്റെ കമ്മിറ്റ്മെന്റ്, കർത്താവിനോടുള്ള നമ്മുടെ പാഷൻ വിട്ടുകളഞ്ഞ് സ്വയത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ പോരാടുമ്പോൾ, ആകയാൽ പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന്
നമുക്ക് എങ്ങനെ ജയം പ്രാപിക്കാൻ കഴിയും? കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുക, രക്തത്താലുള്ള ശുദ്ധീകരണം ഏറ്റെടുക്കുക, ദൈവത്തിനെ നിരന്തരമായി വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥന മുറിയിൽ ധാരാളം സമയങ്ങൾ ദൈവസന്നിധിയിൽ ചെലവിടുക. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ പരിശുദ്ധമായ നിറവിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകുന്ന ഓരോ നിമിഷവും വിട്ടുകളയാതെ എത്രമാത്രം സമയം ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുമോ അത്രമാത്രം നിങ്ങൾ ശക്തരായിത്തീരും. അവിടെ നിങ്ങൾ ആത്മീയ അധികാരം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരും. സകലവിധമായ പ്രലോഭനങ്ങളെയും പരീക്ഷകളെ ജയിക്കുവാൻ കർത്താവ് നിങ്ങളുടെ മേൽ ശക്തി പകരും. ആകയാൽ എന്റെ സ്നേഹിതരെ, മനസ്സിൽ പിശാച് നിങ്ങളോട് വാദിക്കുമ്പോൾ ധൈര്യത്തോട് പ്രതികരിക്കുവാൻ എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. അതെന്റെ ക്രിസ്തുവാണ്. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മധ്യസ്ഥൻ എനിക്ക് വേണ്ടി ഉണ്ട്. ആത്മാവ് നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങൾക്ക് തുണ നിൽക്കുന്നു. ഇന്നും യേശുവിന്റെ രക്തം നിങ്ങൾക്ക് ഗുണകരമായി സംസാരിക്കുന്നു. ഇന്നും ദൈവത്തിന്റെ വചനം നിങ്ങളെ വീണ്ടും ശുദ്ധീകരിക്കുന്നു, നിങ്ങളെ നിർമ്മലീകരിക്കുന്നു, നിങ്ങളെ ശക്തരാക്കി തീർക്കുന്നു. പരിശുദ്ധമായ നിങ്ങളുടെ മേൽ പകർന്ന ദൈവശക്തി അതൊരു വലിയ അത്യന്ത ശക്തിയാണ്, നിക്ഷേപമാണ്. നിങ്ങളെ വീണ്ടും കൂടുതൽ ശക്തരാക്കി തീർക്കുവാൻ. കാരണം ബലഹീനതയിലാണ് ദൈവശക്തി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവസ്ഥ നിൽക്കുന്ന ഒരു വിശുദ്ധന് മുമ്പിൽ സാത്താൻ നിൽക്കുവാൻ സാധ്യമല്ല. അവന്റെ തന്ത്രങ്ങളെ നാം ജയിക്കും. സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ ദൈവാത്മ നമ്മെ സഹായിക്കും. യഥാർത്ഥ ആത്മീകൻ സകലത്തെ വിവേചിക്കുന്നു. അവൻ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരാണ്. ആത്മീകരായ നാം പിശാച് ഒരുക്കുന്ന എല്ലാ കണികളെയും കുടുക്കുകളെയും ഉപായങ്ങളെയും തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് അവർ ദിനംതോറും ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കും. ഇന്ന് പൽക്കാലവും അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.